അസ്സലാമു വെൽക്കം ബാക്ക് ടു ഹായ്. അപ്പോൾ ദാ നമ്മളിപ്പോൾ ഉള്ളത് ഊട്ടിയിലെ ബോട്ടാണിക്കൽ ഗാർഡനിലല്ലമ്മ, ബോട്ടാണിക്കൽ ഗാർഡനിലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് സുബൈക്ക് ഒരു 3 മണിക്ക് എണീച്ച് പോകുന്നതാണ്. നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ ഇപ്പോൾ ഒരു റീൽസിലും വല്ലാതെ വൈറലായോണ്ടിരിക്കുന്നുണ്ട് മസനഗുഡി വൈ ഊട്ടി. അപ്പോൾ ഞങ്ങൾ മറ്റന്നാൾ പോവുകയാണ്. അതായത് ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ചൊവ്വാഴ്ച, ബുധൻ കഴിഞ്ഞ് വ്യാഴാഴ്ച ഞങ്ങൾ സൗദിക്ക് പോവുകയാണ് കേട്ടോ, വ്യാഴാഴ്ച പുലർച്ചെ. അപ്പോൾ അതിൻ്റെ മുന്നേ ഇമ്മി ഞങ്ങളൊക്കെ പാടെ കുറച്ച് ഊട്ടിക്ക് പോകുന്നതാണ്. ഊട്ടിയിൽ വന്നപ്പോൾ മൃഗങ്ങളെ കണ്ടില്ലമ്മ, മൃഗങ്ങളെയും കാര്യങ്ങളൊക്കെ കണ്ടു. എന്നാലും വലിയ ഇതായിട്ട് കണ്ടില്ല, എന്നാലും ചെറുതായിട്ട് കണ്ടു. എന്നാലും 3 മണിക്ക് എണീറ്റ് പോന്നിട്ട് ഞങ്ങളെല്ലാവരും, ചെറിയ പെങ്ങളും ഇല്ല ഇപ്പില്ല, ബാക്കി എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അടിപൊളിയായിട്ടോ. പിന്നെ ഞങ്ങളിപ്പോൾ ചെറിയ ചാറ്റലുമായും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ആരെങ്കിലും ഈ ബോട്ടാണിക്കൽ ഗാർഡനിലോ ഊട്ടിക്കോ ഇതുവരെ വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇനി ഊട്ടി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വ്ളോഗിലൂടെ അത് കാണുകയും ചെയ്യും. പിന്നെ പുതുതായിട്ട് നമ്മളെ വീഡിയോസ് കാണുന്നവരാണ് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്യട്ടോ മസ്റ്റായിട്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് പുലർച്ചെ പോകുന്നത് മുതലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടുവരുമ്പോഴേക്കും നമ്മൾ ഈ ഇതിലെങ്ങനെ ഫുള്ള് ഒന്ന് നടന്ന് കാണട്ടെ കേട്ടോ. അപ്പോൾ പോയി വരി. ആനക്കുട്ടി ചെറിയ കുട്ടി. പന്നിയാളല്ലേ നോക്കണോക്കിയ പോലെ. മയില് മാന് ഈ സൈഡ് നോക്കിയടാ, അവിടെ മയില്. ഒരു ഫാമിലി ആയിട്ട് എടുക്ക പോണ ഓൽക്കയക്കണ പോലെ ഒരു ഫാമിലി ആയിട്ട് പോവാടി. മുന്നത്തെ മമ്മി കൊണ്ടുണ്ട് അല്ലേ? കണ്ടോ എന്താണ് മാനെ കണ്ടച്ച് കണ്ടോ? അതാണ് ഹാപ്പി ആയാ? ഇനി എന്തിനാ കണ്ട നിങ്ങക്ക് പുലിനെ? ഇപ്പൊ ഭാഗ്യണ്ട് ഈ പുല്ലിനെ കാണിച്ചാ കേട്ടോ. എടാ മയിൽ കുട്ടാ, എവിടക്ക പോണോ ചോക്കാ കുട്ടാ? പുല്ല് വേണ നോക്കി ചെറുതും വലുതൊക്കെ ആയിട്ട് പുല്ല് വേണ നോക്കി കണ്ടാ? സൂപ്പറായില്ലേ? ഈ തോൽപ്പന്മാരടുത്ത് ചെറിയ പരിപാടി ഒന്നും ഇല്ല കേട്ടോ. ഓൽക്ക് ആനനെ കണ്ടിട്ട് പോരാ, മാനിനെ കണ്ടു, മയിലിനെ കണ്ടു, പിന്നെ എന്തിനാ കണ്ടപ്പോ നമ്മള് പന്നിക്കുട്ടികളെ കണ്ടു അല്ലേ? പന്നികളെ കണ്ടു. അതൊന്നും പോരാ, ഓൽക്ക് പുലിനെ കാണുന്നത്. പുലിനൊക്കെ പോലെ കണ്ടൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ മൂത്ത് കഴിച്ചു നിങ്ങളെ പാൻറ്റില്. ഓൽക്ക് പുലിനെ കാണണതല്ലേ? ഞങ്ങള് ഈ കാട്ടുകൂടി അവിടെ പോയി വീണ്ടും തിരിച്ചു വന്നിക്കുക കേട്ടോ. ഊട്ടി റോഡുമ്പോൾ കയറിയാണ്ട് വീണ്ടും തിരിച്ചാണ്ട് വീണ്ടും കാട്ടുകൂടി തന്നെ ഇങ്ങനെ വന്നിക്കുക. കാരണം ഞങ്ങളിങ്ങനെ കയറിയപ്പോൾ ചെറുതായിട്ട് ഇരുട്ടേനും. അപ്പം ഇനി വെളിച്ചത്തിൽ വല്ല മൃഗങ്ങളെയും കാണും കരുതിയാണ്ട് വീണ്ടും തിരിച്ചാണ്ട് ഇങ്ങനെ പോരാ കേട്ടോ. ഇതാക്കട്ടെ, എല്ലാവരും ഉറക്കം കഴിഞ്ഞൊക്കെ എണീറ്റിക്കണ്. സുട്ടെ ഓ കാഴ്ച കാണണേ എടി, കാണടി കാട് കാണടി. അപ്പുറത്ത് നോക്കി, കാണാത്തൊരു സാധനം നോക്കി, കാണാത്തൊരു സാധനം അല്ലേ? പക്ഷെ നമ്മള് ഞാൻ തീരെ കണ്ടില്ല ഇങ്ങനത്തെ സാധനത്തിനെ. ഗ്രാൻഡ്പ വല്യപ്പ
ചോണ്ടോനെ നോക്കിട്ടോ ചാട് നമുക്ക് ചാടി സുട്ടിയ കൊങ്ങനെ കണ്ടോ കൊങ്ങനെ കൊരങ്ങനെ പ്രത്യേക ഒരു സാധനല്ലേ ഇതൊരു കാണാത്തൊരു വിഭാഗം മക്കളെ മക്കളെ എവിടുക്ക ഞങ്ങൾക്ക് എല്ലാം തിരിച്ചു മാന്റെ കൂട്ടമാക്കണ് മറ്റോ നോക്കി മാനെ കണ്ടുവന്നിരിക്ക പൊലിവാണ് പൊലിവാണ് പെരും പൊലിവിലാണ് ഇഷ്ടായോ ഇഷ്ടായർക്ക് പോട്ടെ ഇവിടെ ഇറങ്ങാൻ പറ്റൂല മക്കളെ മക്കളെ എന്താണ് വർത്താനോ മഹരിത്ത് നിക്ക് നോക്കി അല്ലേ ഇസ്മയെ കൊണ്ട് പോടാ ഒന്നും തരാനില്ല കയ്യിലൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല പോട്ടെ ചൊരങ്ങനെ കയറിയോണ്ട് കേട്ടോ ഒരു സമയം ഒരു 9 മണിയാവണു ചായ ഒന്നും കുടിച്ചിട്ടില്ല എവിടെ ടൗണിലൊക്കെ എത്തിയിട്ട് വേണം ചായ കുടിക്കാൻ രണ്ട് സൈഡിൽ ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ അല്ല ഒരു സൈഡിൽ കണ്ടില്ലേ നിങ്ങളിപ്പോ മലയാണ് പിന്നെ മഞ്ഞിങ്ങനെ ഇറങ്ങണ്ടില്ല അച്ചുവോ നല്ല മഞ്ഞ് ഇറങ്ങണ്ട് കേട്ടോ നല്ല നല്ല കാഴ്ചകളാണ് അടിപൊളി കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയി रोडला रोकेरा रोड ഞങ്ങൾ 36 എയർപിന് ചുരവും കയറിയാണ്ട് ഞങ്ങളതപ്പോൾ ഊട്ടി എത്തി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഡെസ്റ്റിനേഷനോ കാര്യങ്ങളൊന്നുമില്ല ഞാൻ ആദ്യം ചായ കുടിക്കണം എല്ലാവരും ഉറങ്ങുകയാണ് ഇപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിട്ടോ ഇനി ചായ കുടിച്ചിട്ട് വേണം അടുത്ത പരിപാടിയില്ലമ്മ ആദ്യം ചായ ഇനി ഫസ്റ്റ് കാണുന്ന ഷോപ്പ് കയറിയിട്ട് ചായ കുടിച്ചണം ആ ഒരു കോട്ടക്കെട്ട് റെഡി ആവുന്നുണ്ട് കാരണം ഉറക്കത്തുനിന്ന് നേരെ വണ്ടിക്ക് കയറ്റിയതല്ലേ ഇതങ്ങനെ ഒരുത്തവിടെ കോട്ടക്കെട്ട് സെറ്റ് ആയിക്കണം പപ്പ സൊട്ടെ സൊട്ടപ്പിയ സുട്ടാ അങ്ങനെ കാഴ്ചകൾ കാണുക കേട്ടോ ഊട്ടിൻ്റെ ഒരു പ്രത്യേകതയാണിത് ഈ വീടുകൾ ഊട്ടിൻ്റെ ഐഡൻറ്റിറ്റി ഒക്കെ അങ്ങനെ ഇവിടെ ക്രീമും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ആക്കണ് ഓ അതിൻ്റെ അടിയിൽ കൂടി ഒരുത്തി ഞങ്ങളുടെ ചായ കൂടിയും കഴിഞ്ഞു നിങ്ങൾക്ക് ഇനി ഹോട്ടലിൽ ചായ വേണ്ടേ ഉമ്മ പോന്നപ്പോൾ ഞങ്ങൾ ചായ കെട്ടാൻ പോന്നീന് കേട്ടോ അങ്ങനെ പഴമുണ്ട് ചായ ഉണ്ട് ചെറിയൊരു തണുപ്പില്ലേ ആ നല്ല തണുപ്പ് വലിയ തണുപ്പും കാര്യങ്ങളൊന്നുമില്ല അടിപൊളി അപ്പതാ ഊട്ടിയിലെത്തി ഇങ്ങനെ നിൽക്കുക ഇതാണ് നമ്മളെ ഹോട്ടല് ഒന്ന് ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് കയറണം ഹോട്ടൽ ഇതാട്ടെ നമ്മളെ ഹോട്ടല് ഇനി ഒന്ന് ഫ്രഷ് ഒന്ന് എല്ലാവരും റെഡി ആയിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ കയറാൻ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലാത്ത പ്ലാനാണ് ഇന്ന് പ്ലാന്
സെറ്റ് റെഡി ആയില്ലേ ഷെബു? ചെറിയ ഉറങ്ങിയതിന്റെ ഫുള്ള് ഗ്രൂപ്പിൽ ഉറങ്ങിയിട്ട് വണ്ടി കടന്ന് ഉറങ്ങുമ്പോ നോക്കണ്ടില്ലേ ഓള് വണ്ടി കടന്ന് ഉറങ്ങിയത് ഫുള്ള് ഞാൻ ഗ്രൂപ്പിലിട്ട്. അല്ലാവോ ഷെബുട്ടിയാ സെറ്റല്ലേ? ചെറിയ തണുപ്പും കാര്യങ്ങളും. ഓക്കെ, ഇഡ്ഡലി നെയ് റോസ്റ്റ് ഓർഡർ ചെയ്തത്. ഈ ഒരു കാണുന്ന ഇഡ്ഡലിക്ക് 80, ഈ ഒരു കാണുന്ന ഇഡ്ഡലിക്ക് 100 രൂപ കേട്ടോ. അങ്ങനെ റേറ്റ് വരും. അതായത് നെയ് റോസ്റ്റ് ഒക്കെ 100, പൂരിക്ക് 100, ഒക്കെ 100. നമ്മളുമ്മാ വയനാട്ടിൽ പോയപ്പോൾ ചായ ഉണ്ടാക്കിക്കൊണ്ടതിൻ്റെ വില എപ്പോഴല്ലേ മനസ്സിലാവണേ? ഞങ്ങളന്ന് വയനാട്ടിൽ പോയപ്പോൾ ചായ ഉണ്ടാക്കിയിട്ടാണ് പോയത്. അപ്പോൾ അതാ നമ്മൾ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. വന്നാണ്ട് നേരെ കാറ് പാർക്ക് ചെയ്ത് നേരെ ഇപ്പം ഞങ്ങളങ്ങനെ ഷോപ്പിംഗ് പറഞ്ഞിട്ട് പോയിക്കണ്. നോക്കാനാണ്, കാണാനാണ്. ഹിബ കോട്ടൊക്കെ ഇട്ട് സെറ്റാകാൻ മാത്രം തണുപ്പുണ്ടാ? അതിനൊക്കെ ആവശ്യങ്ങളാ. ഷെബു ഊട്ടിക്ക് വന്നിട്ടില്ലേ? എന്ന് നമ്മളെ കല്യാണം കഴിഞ്ഞ ഉടനെ ഉറക്കത്തില് ചാവക്കാട്ടിക്ക് പോണോ? ആദമിന്റെ മുഖത്തെ ഓ വീണ്ടും മുറിയായതാട്ടോ. ഇടിച്ചാണ് മാ കുത്തണോട്ടെ. നല്ലതാനാ? ഉറപ്പുണ്ടോ? പൊട്ടൂല്ലേ? ഫുള്ള് മരങ്ങൾ ഐറ്റംസാ ഷെബു. ഇവിടെ തൊപ്പി ക്യാപ്പൊക്കെ ഉണ്ടടി ഷെബു. ഇവിടെ ക്യാപ്പും തൊപ്പിയൊക്കെ ഉണ്ട്. ആ കാണിച്ചാ? ഓഹോ, ഒന്ന് നമ്മളെ വീടിന്റെ മുകളിലുണ്ടടിയായി. ആ ആ ഇഷ്ടമായിട്ട് ബാഗ് 160, 100. ഞാൻ അങ്ങനെ കുറെ കാണും 160, 100 ഒക്കെ. ലിച്ചി എന്താ കേട്ടോ? എന്നാ തൊട്ട് തിന്ന് കഴിച്ചോക്കണി. എങ്ങനെ ടേസ്റ്റ്? ഇതാണ്ടോ ഊട്ടി ആപ്പിള്, ചെറിയ ആപ്പിള്. ആ നല്ല മധുരം. ഒരു തൊലിച്ചു വരുമ്പോ ഊട്ടി ആപ്പിള് പോകുമ്പോ കൊണ്ടുപോകണം എന്തായാലും. ചെറിയത് ടേസ്റ്റ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല മധുരം ഉണ്ട്. കഴിച്ചോക്കാം. അപ്പോൾ ഇതാക്കണേ നമ്മളിതിനുള്ളിലെത്തി. ഇതിനുള്ളിൽ മെയിൻ കുറേ ഫോട്ടോഷൂട്ടും ഒഴിഞ്ഞു പോയി ഇരിക്കുക എന്നാണ്. പക്ഷെ ഇങ്ങനത്തെ മഴയാണ് എവിടെ ഇരിക്കൂല. തിരക്കമ്മ കേട്ടോ. ഹിബ അല്ലെ സ്കൂൾ ഉണ്ടായോണ്ട് ഇവിടെ ആ ഫോട്ടോ ഇപ്പൊ ഇവിടെ നിന്നൊരു ഫോട്ടോ ഉണ്ട് മക്കളെ. കണ്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെ പേടിക്കും. ഇതൊന്നും പോടി ഇവിടുന്ന് ആ ഫോട്ടോ ഒന്നും വെക്കാൻ പറ്റൂല. ഒരുപാട് കാലം മുന്നേ വന്ന കേട്ടോ ഇവിടെ. ഇപ്പടുത്തൊന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഉമ്മ ഒരു 6-8 വർഷത്തിലേക്കും ഇങ്ങോട്ട് വന്നിട്ട് 6-8 വർഷമെങ്കിലും ഈ ബോട്ടാണിക് ഗാർഡനിലേക്ക് വന്നിട്ട് കേട്ടോ. ഊട്ടി കൂടി ഇങ്ങനെ വന്ന് കറങ്ങി പോകുന്നല്ലാതെ ഇതിനുള്ളിൽ വരലില്ല. പിന്നെ ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ട്, നല്ലൊരു ചെറിയൊരു തണുപ്പുണ്ട്. പിന്നെ ഈ മഴ ആയതുകൊണ്ടാണ് ഞാൻ അതിൽ വേണ്ടിയിട്ട് പണി കിട്ടുമോന്നില്ലത് അറിയില്ല. ഞങ്ങൾ മറ്റന്നാൾ പോവുകയും ചെയ്യാണ്. അതൊക്കെ അറിയാൻ തന്നെ. എന്തായാലും ഇവിടെ ഏതോ കുറച്ച് സ്പെൻഡ് ചെയ്യും. കുട്ടികൾ ഈ ഗാർഡൻ മൊത്തം ഓടി കളിച്ചു. അതാണ് ഇത്ര പ്ലാൻ. ഈ വടി എന്തിനെ കുറിച്ച് അറിയാം? ഈ വടി ഇല്ലെങ്കിൽ ഈ ഒരൊറ്റ ഒന്ന് അടങ്ങി നിൽക്കില്ല. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ഒന്നിങ്ങനെ പേടിപ്പിച്ച് കഴിഞ്ഞാൽ ഒക്കെ അടങ്ങി നിൽക്കും. ഇല്ലെങ്കിൽ ഭയങ്കര പിത്തലാണ്, ഭയങ്കര കച്ചറയാണ്. ഈ ഊട്ടിയിൽ വന്നാലൊരു എപ്പോഴും ഉള്ളൊരു ചടപ്പാണ് ഈ ഒരു ചാറ്റൽ മഴ. ഇപ്പോൾ കണ്ടെങ്കിൽ ഈ ഒരു ചാറ്റൽ മഴ കൊണ്ട് നമുക്ക് ഇവിടെ വെടിയിരിക്കാൻ കോലല്ലോ ഷെബോ. മറ്റേ മഴ അല്ലെങ്കിൽ കുറച്ച് ചെറിയൊരിളം വെയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ നമുക്ക് ഇരിക്കുക, ഓടി കളിച്ച കുട്ടികൾക്ക് ആ ഒരു മൈൻഡിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്ന്. പക്ഷെ കണ്ടോ അതൊക്കെ വെള്ളം, കണ്ടോ അതൊക്കെ വെള്ളം ഉണ്ടോ, വെള്ളം. അപ്പോൾ നമുക്കിവിടെ എവിടെ ഇരിക്കാൻ പറ്റില്ല. ഇരുന്ന് കഴിഞ്ഞാൽ മൂട്ടിൽ ഫുള്ള് ചളിയാക്കരം. അപ്പോൾ ഇതിലെങ്ങനെ നടത്തേ പറ്റുള്ളൂ. ഇതെങ്ങനത്തെ ഇരിക്കണ ഷീറ്റുമ്പോൾ ഇരിക്കാം, പക്ഷെ അതും വൃത്തി ഉണ്ടാവില്ല. അതാ മെയിൻ. ഈ ട്രിപ്പ് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ വീക്കെൻഡിൽ വരരുത്. അതായത് പ്രത്യേകിച്ച് ശനി ഞായറും വരരുത്. നമ്മൾ ഒഴിവുകൾ ദിവസം വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് ആസ്വദിക്കാൻ പറ്റില്ല. ഭയങ്കര ക്രൗഡും കാര്യങ്ങളാകുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലവും വിസിറ്റ് ചെയ്യാൻ പറ്റില്ല.
റോഡുകൾ ഫുള്ള് തിരക്ക്, നമുക്ക് ആകെ ചടപ്പ് വരും. പക്ഷേ ഒരു ദിവസം ട്രിപ്പായിട്ട് ആസ്വദിക്കണമെങ്കിൽ സ്കൂളിൽ ലീവാക്കിയിട്ട് പോരാ. വലിയ പങ്കളിപ്പോൾ കുട്ടികളെ സ്കൂളും മദ്രസും ഒക്കെ ലീവാക്കിയിട്ടാണ് പോകുന്നത്. കാരണം ഞങ്ങൾ മറ്റൊന്ന് പോവാണ്, അതിന് മുന്നേ ലീവാക്കി പോരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. കാരണം ചെറിയ മകൾ പിന്നെ പറഞ്ഞില്ലേ ഡെലിവറിക്ക് അടുത്ത് ടൈമായി, ഓൾ ഉപ്പി ഇങ്ങനെ അവിടെ ഉണ്ട്. ഉപ്പാക്ക് പിന്നെ പോകുന്ന ഞങ്ങളെല്ലാവരും ഇവിടെ വണ്ടി കൊള്ളില്ല. അപ്പോൾ ഞങ്ങൾ എവിടെ ഇറങ്ങുമ്പോൾ ഒരു റൗണ്ട് ചുറ്റി പോരാന്ന് പറഞ്ഞത് പോകുന്നതുകൊണ്ടാണ് ഇപ്പോൾ പോരാഞ്ഞത്. സ്റ്റേ ഒന്നുമില്ലല്ലോ. അത് പറഞ്ഞേ വീക്കെൻഡിൽ പോരരുത്, അല്ലാത്ത ദിവസം പോന്നു കഴിഞ്ഞാൽ കണ്ടോ ആരും ഉണ്ടാവില്ല, നമ്മൾ മാത്രം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം. അതായത് ട്രിപ്പ് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലാതെ സമയമില്ലാത്തവരും ഈ സ്കൂൾ ലീവാക്കാൻ പറ്റാത്തവരൊക്കെ ശരി നേർന്നു തന്നെ പോന്ന് അതെങ്ങനെയൊക്കെ കംപ്ലീറ്റ് ആക്കി പോവാം. അതല്ല നമ്മളെല്ലാതും ആസ്വദിച്ച് എല്ലാം കണ്ടു പോകണമെന്നുണ്ടെങ്കിൽ അല്ലാത്ത ദിവസങ്ങൾ പോരണം. ഒക്കെ ലീവാക്കി പോകുന്നത് അതിന് മാത്രമേ ഇല്ലാത്തുള്ളൂ. അവിടെ വൃത്തിയുണ്ടല്ലോ അമ്മ, ഇനി നീച്ചു കൊടുക്കണം, അവിടെ സെറ്റ് ആയിക്കോളി. അതാ വെള്ളം ഇരുന്ന് എല്ലാം കണ്ടോ. ഇതാണ് അവസ്ഥ, എല്ലായിടത്തും വെള്ളാക്കരം. ഞാൻ ഇരിക്കൂല, ആരെങ്കിലും ഒക്കെ ഇരിക്കും. ഓട്ട മത്സര മറ്റോനങ്ങനെ മരത്തിന്റെ കെടിപ്പിൽ കയറ്റിയിരുത്തിക്കണ്. ഓ ഷെയ്ഫാണ് പപ്പ ഇവരെ സുട്ടേ പപ്പുണ്ട് ഇവിടെ. ഒരു സെറ്റ് ആയിക്കാണ്. അല്ലാണ്ട് ജന്തുക്കളുണ്ടാവും നോക്കോ. ഇമ്മാനെ മാപ്പിളല്ലായിട്ടേ സങ്കടം. നോക്കി ഇവിടെ ഇരിക്കണ നോക്കി, ഒരാൾക്ക് ഇവിടെ മൂഡ് ഔട്ട്, മാപ്പിളല്ലായിട്ട്. മാപ്പിള എന്താ രാവിലെ പറഞ്ഞേ, ഞങ്ങള് പോയിക്കോളി ഞാൻ ഉറങ്ങാണ്, ഞാൻ അല്ലാന്നോ. 3 മണിക്ക് നമ്മൾ ഈച്ച് വന്നപ്പോ ഉറക്കത്തിൽ പറഞ്ഞു ഞാൻ അല്ലെങ്കിൽ പോയിക്കോളി എന്ന് പറഞ്ഞു. ഇന്നലെ രാത്രി ഉണ്ട് അറിയില്ലല്ലോ. ഞാനൊന്ന് ഉറങ്ങട്ടെ, നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞു. അല്ലേ നമ്മളൊന്നാമത് എവിടെ ഇറങ്ങണില്ല, കറങ്ങാണെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ്. സ്റ്റേ ഒന്നുമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഇരിക്കണോക്കി ആക്കണേ. ഏതാപ്പ ടീംസൊക്കെ എൻ്റെ കുട്ടികള്. ഞങ്ങൾ പോണതിന് മുന്നേ ഒരു എൻജോയ്മെന്റ് കേട്ടോ. ബോട്ടാണിക്കൽ ഗാർഡൻ്റെ മൊത്തത്തിലൊരു വ്യൂ എന്ന് പറയുന്നത് നല്ലൊരു വെയിലൊക്കെ ആണെങ്കിൽ നല്ല രസമാണ് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ഫാമിലി ആയിട്ട്. അതിലൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനെ മുകൾക്കുണ്ട്, പക്ഷെ നടക്കാൻ നമുക്ക് വയ്യ, അത്രത്തോളം മുകൾക്കുണ്ട്, അതിലൊക്കെ ഉണ്ട്. അപ്പോൾ ദാ നമ്മളിവിടെ എത്തിയപ്പോൾ നമ്മളെ കുറേ ഫാമിലി മെമ്പേഴ്സിനെ കണ്ടു അല്ലേ. പട്ടാമ്പി ഇല്ലാട്ടോ, സ്കൂൾ ടൂർ അല്ലേ. നിങ്ങൾക്ക് എന്നെ മനസ്സിലായി, ഞങ്ങളെ ഇവിടെ തന്നെ മനസ്സിലായി. നിങ്ങളൊക്കെ എത്ര എലോ പഠിക്കണേ? എല്ലാരും പത്തില്ല. ആ പേരെങ്ങനെ? റിൻഷ, മാജിദ, എല്ലാരും ക്ലാസ്സില്. ആ അപ്പൊ ഇതാ നമ്മള് ബോട്ടാണിക്കൽ ഗാർഡനിൽ ഇറങ്ങിട്ടോ. ഇപ്പൊ പ്രതീക്ഷിക്കാതെ നമ്മളെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഫാമിലിനെ കണ്ടു അല്ലേ. ഒക്കെ സ്കൂൾ ടൂറിലാണ്, ഒരു വയനാട് കൂടെ ഒക്കെ ഇറങ്ങിയാണ് ഇതിനെ പോകുന്നതാണല്ലേ. പക്ഷേ ഇവിടെ സ്റ്റേ ഇവിടെ വയനാട്ടിലെ സ്റ്റേ, വയനാട്ടിൽ നിന്ന് നേരെ ഇങ്ങോട്ട് പോകുന്നതാണ്. പക്ഷേ ഈ ബോട്ടാണിക്കൽ ഗാർഡനിൽ ഉണ്ടല്ലോ ഈ ഒരു ചീഞ്ഞ മഴ അതിമോന് പറ്റണില്ല, പിന്നെ എവിടെ ഇരിക്കാനും പറ്റണില്ല. എല്ലാവരും ഹാഫ് ചന്തിയൊക്കെ വെച്ചിട്ടാണ് ഇരിക്കണത്, കാരണം വെള്ളം അടുത്തുണ്ട് കൂടെയൊക്കെ. അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടുന്ന് ഇപ്പം ഞാൻ ഇവിടുത്തെ എടുക്കാം കർണാടക ഗാർഡൻ എന്നൊക്കെ പറയുന്നുണ്ട്, അവിടെ തന്നെയല്ല അവസ്ഥ. എന്തായാലും ഇവിടുന്ന് ഇറങ്ങാൻ കേട്ടോ. അല്ലോ ഇതാക്കണ് താലിട്ടാ വാ വാ തലട്ട് ആക്കണ ഇതാക്കണ ഇവിടെ അല്ലോ തല ഫുള്ള് വെക്കടാ, വള്ളണ്ട് പോരി. ഇവർ എൻജോയ് ചെയ്യണ്ട മതി, ധാരാളാണ്. മക്കളെ ചെടി കണ്ടു അതാ പോയി. അമ്മക്ക് ചെടി എന്ന് പറഞ്ഞാലും പറയാം, കണ്ട് ചെടി കണ്ട് പറിച്ചാൻ പറ്റുമോ നോക്കാൻ വേണ്ടി പോയിക്കണേ. ഇമ്മ അടിയാണ് കിട്ടും ആൾക്കാർ, ഇങ്ങോട്ട് പോരി. ഇത് ബോട്ടാണിക്കൽ ഗാർഡൻ ഗവൺമെന്റിന്റെ ആണ്. ആ നടക്കി അങ്ങോട്ട്. ആ അത് പറിച്ചാലും പരിപാടി വെക്കണേ. ഏതൊക്കെ തരണ്ട്, ഇത്ര ചെടി പിരാന്തില്ലേ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. ഉണ്ടാവും ഇഷ്ടംപോലെ ആൾക്കാർ. ചെടിന്ന് പണ്ട് കഴിഞ്ഞ പോലെ ഗാന്ധി ഇരുമ്പണ്ട മാതിരിയാണ്. ഇപ്പോൾ ആ കുട്ടികളെ ഷെബുവിനെ കണ്ടേക്ക് മനസ്സിലായി. ഷെബുവിന്റെ പിന്നാലെ ഓടി വരികയല്ലേടി, ഓടി വരിക. ഇന്നെ ലോങ്ങുന്നുണ്ട് വസീം കാക്കോ വിളിച്ചു കേട്ടോ, വസീം കാക്കോ. പക്ഷെ ആ കേൾക്കുമ്പോണ്ടല്ലോ നമുക്ക് മനസ്സിൽ കുളിവില്ല ഷെബോ, ഭയങ്കര സന്തോഷമായിട്ടോ. അങ്ങനെ നമ്മൾ അറിയണ പോലെയൊക്കെ കാണുകയാണെങ്കിൽ മടിച്ചു നിൽക്കാതെ നമ്മളിതൊക്കെ വരണം കേട്ടോ. അതായത് നമ്മളെ ഇഷ്ടമല്ലോലാണെങ്കിൽ, കാരണം നമുക്കതൊരു സന്തോഷമാണ്. കാരണം അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഷെബുവിൻ്റെ പിന്നാലെ ഓടി വരികയാണ് ആ കുട്ടി. പിന്നെ ഞാൻ ലോങ്ങെന്ന് വസീമക്കോ എന്ന് വിളിച്ചേ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മൾ അറിയണ പോലെ ഉണ്ടെങ്കിൽ നമ്മളെ കാണുമ്പോൾ നമ്മളേക്ക് വരിക, അപ്പോൾ നമുക്കൊരു സന്തോഷം കേട്ടോ. ഊട്ടിയിൽ വന്നാൽ ഊട്ടി മുട്ടായി ഏതേ എനിക്ക് വേണ്ടേ? ആ ഓക്കെ, മിക്സ് ആക്കിയിട്ടുണ്ട്.
ഏതൊക്കെയാണ് കുട്ടികൾക്കൊക്കെ പാടെ എല്ലാം പാടെ മിക്സ് ആക്കി വാങ്ങിയാൽ മതി. എല്ലാം കുഴപ്പമില്ല മിക്സ്. പിന്നെ ഏത് മിക്സ് ചെയ്യാറ് ഷെബു? ആ ഓക്കെ. പിന്നെന്താ ഉള്ളത്? അത് ഇതിനുള്ളിൽ കയറിയാലേ കാണുള്ളൂ. ഒരുപാട് ഐറ്റംസ് ഉണ്ട് അല്ലേ? സെയിം പോരെ മതിയില്ലേ? പോവാ. അടി ആപ്പിൾ വാങ്ങ, ആപ്പിൾ വാങ്ങ. നല്ല നോക്കി വാങ്ങ. ആ കൊടുത്ത് നല്ല നോക്കി എടുക്കാട്ടോ. ഇതിന്റെ സ്പെഷ്യൽ അല്ലേ? ചെറുത് ആ സെറ്റാട്ടാ. മഴ ചാറിന് നോക്കി നിങ്ങള്. ചോക്ലേറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടേ. ആ മക്കളെ പോയക്കീക്കണ്. ഏത് ചെടിയാണിത്? ആക്കണ് ആ പൂച്ചെടി. അത് പറിച്ചു. അവിടുന്ന് നോട്ടിട്ട് ഇങ്ങോട്ട് കയറി വണ്ടിക്ക് കൊമ്മ ഇങ്ങനെ ഒരു തള്ളച്ചി. അപ്പൊ ഇതാ നമ്മള് ഊട്ടിന്ന് ഇറങ്ങിട്ടോ. നമ്മളിഞ്ഞ് നേരെ മെല്ലെ മെല്ലെ പോവല്ലമ്മ. മെല്ലെ പോവാട്ടോ. ഒന്നുമില്ല പോവാത്ത. എന്താ ശുഭോ? പതുക്കെ പോവാ. കാരണം എന്താ പറയുക, പുറത്തെടുക്കള് ചീഞ്ഞൊരു മഴ, വൃത്തിയായിട്ടൊരു മഴ. എവിടെ ഇറങ്ങാൻ പറ്റൂല. ഞങ്ങളതിൽ സൂസൈഡ് പോയിന്റോ പിന്നെ ഏതൊരു കർണാടക പാർക്ക് കഴിയുമ്പോ കർണാടക ഗാർഡനോ അങ്ങനെ ഒരുപാട് ഗാർഡൻ കാര്യങ്ങളുണ്ട്. പക്ഷെ ഉണ്ടോ ഇതാണ് അവസ്ഥ പുറത്ത്. ഓ അപ്പൊ ഞങ്ങൾ എന്താട്ടി മെല്ലെ ഇവിടെ ഇങ്ങനെ ചുരം ഇറങ്ങി ഫുഡും കഴിച്ച് മസനഗുഡി വഴി തന്നെ തിരിച്ചു പോവാ. 3 മണിക്ക് ശേഷം ലൈബ അവിടെ ക്ലോസ് ആവുക. അപ്പൊ അതിന് മുന്നേ എല്ലാം അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഈവനിങ് എല്ലാം മൃഗങ്ങളെ കാണാൻ പറ്റുക കണ്ടിട്ട് അങ്ങനെ പോവാം. നമ്മളെന്നത്തെ പ്ലാനിങ് കിട്ടുന്നുണ്ടായില്ലല്ലോ. അല്ലെങ്കിലും മസനഗുഡി വഴി ഇങ്ങനെ വന്നാണ് അങ്ങനെ തിരിച്ചു പോകാൻ. പിന്നെ ഗാർഡനിലൊക്കെ വന്ന് പോയി തന്നെ ഉള്ളൂ. എന്തായാലും ഇപ്പൊ ഇവിടുന്ന് എല്ലാം ഇറങ്ങിട്ടോ. ചീഞ്ഞ മഴയാണല്ലോ പറയാം. ചീഞ്ഞൊരു മഴയല്ലമ്മ. ഊട്ടിയിൽ അല്ലെങ്കിലും ഇങ്ങനെ തന്നെ വെറുപ്പിച്ച് എന്നും ഇങ്ങനെ തന്നെ. എന്ന് വരുമ്പോഴും ഇങ്ങനെ തന്നെ. നമ്മള് വരുന്നതൊക്കെ ഇങ്ങനെ തന്നെ. ഈ മുന്നിൽ കാണാം കേട്ടോ ഷൂട്ടിംഗ് പോയിന്റ്. നമ്മളെ ഹരികൃഷ്ണൻ സിനിമയും അതേമാതിരി മുന്തിരിപ്പാടം എന്നൊക്കെ പാട്ടൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത്. പക്ഷെ ഇറങ്ങാൻ ഒരു കോലമല്ല, നല്ല മഴയാണ്. ഞങ്ങൾ ഇവിടേക്ക് എത്തുമ്പോഴേലും മഴ കുറയും കരുതിയിനി. ഒഴുകി വരണ നോക്കിയത് വെള്ളം ഫ്രണ്ടില്. അപ്പോൾ അതാ 3:43 ആയപ്പോഴേക്കിന് നമ്മളെ നിലമ്പൂരിലെ ഫർസ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടോ. ഞങ്ങൾ എവിടെയും നിർത്തിയില്ല, നേരെ പോകുന്നതാണ്. അപ്പോൾ ഈ മഴ ഊട്ടിയിൽ മാത്രമൊന്നുമല്ല, എല്ലായിടത്തും ഉണ്ട്. അവിടേക്കൊക്കെ ഉണ്ട്. കണക്ഷനായിട്ടാണ്. ചീഞ്ഞൊരു മഴ, ഒരു പരിപാടിക്ക് അയക്കാത്ത മഴ. നല്ലോണം വാങ്ങിയില്ലേ? ഓ ശരിക്കൊക്കെ ചതുക്കണം എന്താടി, അല്ല യുദ്ധം കഴിഞ്ഞ മാതിരി. അപ്പോൾ ഓക്കെ, നാളെ കാണാം കേട്ടോ. അപ്പോൾ എടുത്ത എന്താ വണ്ടിയും ചാക്കും കീസൊക്കെ അവിടെ തന്നെ ഇറക്കി വിട്ടിക്കണ്. ഇമ്പലം സുബൈക്ക് രാവിലെ ഇവിടുന്ന് എടുത്തതേ വാണിയമ്പലം. അജി കാണിച്ച ആരപ്പത് അങ്ങനത്തെ തന്നെയാണ്.